നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ എത്ര വയസ്സായിട്ടുണ്ട്? നിങ്ങൾക്ക് ശരാശരി പ്രായം 18 വയസ്സ് കഴിഞ്ഞവരാണോ എല്ലാവരും? ആണ്. ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ. നിങ്ങളുടെ ഫീസ് ആരാ തരുന്നേ? നിങ്ങളുടെ വണ്ടിക്കൂലി ഇപ്പോൾ ആരാ തരുന്നേ? നിങ്ങൾക്ക് താമസിക്കാൻ ഹോസ്റ്റലുണ്ടെങ്കിൽ അവിടുത്തെ താമസ സൗകര്യത്തിനുള്ള പൈസ ആരാ തരുന്നേ? ഇനി ഇവിടുന്ന് ഒരു ടൂർ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനുള്ള പൈസ ആരായിരിക്കും തരിക? എന്നാൽ യൂറോപ്പിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ പാശ്ചാത്യ നാടുകളിലോ ഒരു 18-19 വയസ്സ് കഴിഞ്ഞ് ഒരു കോളേജിൽ കൊണ്ടുപോയി ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആ വിദ്യാർത്ഥികൾ പിന്നെ മാതാപിതാക്കളെ അധികം ആശ്രയിക്കാറില്ല. അവരാകപ്പാടെ ചെയ്യുന്നത് പഠിക്കാനുള്ള ഒരു ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കും പേരൻസ് മിക്കവാറും. ബാക്കി വലിയൊരു ശതമാനവും അവരുടെ ജീവിതത്തിനാവശ്യമുള്ള ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് തീരുമാനമെടുക്കുന്നതിന് വേണ്ട വരുമാനം അവർ പഠനത്തോടൊപ്പം നടത്തി നേടും. ഞാനൊരിക്കൽ സൈബീരിയയിലൂടെ ട്രെയിൻ യാത്ര നടത്തുമ്പോൾ, ട്രാൻസ് സൈബീരിയൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഫിൻലൻഡിൽ നിന്നുള്ള 3 കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടു. 4 പേര്, ഒരു ആൺകുട്ടിയും 3 പെൺകുട്ടികളും കൂടെ കിഴക്കൻ ഏഷ്യയിലേക്കും കിഴക്കൻ യൂറോപ്പിലേക്കും കാണാൻ വേണ്ടി ഫിൻലൻഡിൽ നിന്ന് യാത്ര ചെയ്തിരിക്കുക. അവർ ചരിത്ര വിദ്യാർത്ഥികളാണ്. അവരുടെ ഡിഗ്രി കോഴ്സിൻ്റെ അവസാന വർഷങ്ങളിലാണ് അവർ യാത്ര ചെയ്ത് 4 മാസം കൊണ്ട് എന്തായിരുന്നു റഷ്യ, എന്തായിരുന്നു സോവിയറ്റ് കാലഘട്ടത്തിലെ റഷ്യ, എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ മംഗോളിയ, എന്താണ് ഇക്കാലത്തെ ചൈന, ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ യാത്ര ചെയ്യുകയാണ്. 4 മാസത്തെ യാത്രയാണ്. കൊറിയയും കൂടെ സഞ്ചരിച്ചിട്ടേ തിരിച്ചു പോവുള്ളൂ. 10-12 ദിവസം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു ട്രെയിനിൽ. അപ്പോഴാണ് ഇവരെ അടുത്തറിഞ്ഞത്. ഫിൻലൻഡിൽ ഹെൽസിങ്കിയിലെ യൂണിവേഴ്സിറ്റിയിലാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഇവർ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നു, ട്രെയിനിനകത്തിരുന്ന് ചർച്ചകൾ നടത്തുന്നു, ഫോട്ടോകൾ എടുക്കുന്നു, പുസ്തകങ്ങൾ വാങ്ങുന്നു. ഭക്ഷണം കഴിക്കുന്നത് വളരെ ലളിതമായിട്ട് ഇവർ കുറേ പാക്കറ്റ് നൂഡിൽസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ ട്രാൻസ് സൈബീരിയൻ ട്രെയിനിൽ റഷ്യൻ റെയിൽവേ ആണല്ലോ, അതിൽ എപ്പോഴും തണുത്ത് ഉറഞ്ഞ പ്രദേശങ്ങളിലൂടെയാണ് പോകുന്നത്. അവിടെ ഒരു സമോവർ ഉണ്ടാവും, തിളച്ച വെള്ളം എപ്പോഴും കിട്ടുന്നത്. ഒരു പാത്രത്തിനകത്തേക്ക് ഈ നൂഡിൽസ് ഇടും, സമോവറിൽ പോയി തിളച്ച വെള്ളം എടുക്കും. അവിടുന്ന് തന്നെ ഫ്രീ ആയിട്ട് ചായയുടെ ഒരു സാഷേ കിട്ടും, ഒരു ഇത് കിട്ടും, ടീ ബാഗ് കിട്ടും. അതുകൊണ്ടൊരു ചായ ഉണ്ടാക്കും. 3 നേരം ഇത് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഞങ്ങളുടെ വരൂ, ഡിന്നർ കഴിക്കാൻ നമുക്ക് ഈ ട്രെയിനിൽ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. പറഞ്ഞു അത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ യാത്രയ്ക്കൊക്കെയുള്ള പൈസ എവിടുന്നാണ്? പൈസ ഞങ്ങൾ കഴിഞ്ഞ 3 വർഷം ജോലി ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഈ യാത്ര ചെയ്യുന്നത്. നമ്മൾ പറയും വിദേശികൾ, സായിപ്പുമാർ, പാശ്ചാത്യരൊക്കെ ലോകത്തിലൂടെ ഇറങ്ങി സഞ്ചരിക്കുന്നു, അവർക്കിഷ്ടം പോലെ പൈസയുണ്ട്. ഈ പൈസ എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്നറിയോ? പഠനത്തോടൊപ്പം 4 മണി കഴിഞ്ഞ് ഉച്ചവരെ യൂണിവേഴ്സിറ്റിയിൽ ഇരുന്നിട്ട് 3 മണിക്കോ 4 മണിക്കോ അവർ ടൗണിലേക്ക് ഇറങ്ങും. അവിടുത്തെ റെസ്റ്റോറൻറ്റിലെ വെയിറ്ററസ്സായിട്ട് ജോലി ചെയ്യും. ചിലപ്പോൾ അവിടുത്തെ ബാറുകളായിട്ട് പോലും ജോലി ചെയ്യും. ചിലർ പുസ്തക വിതരണമായിരിക്കും ചെയ്യുക. തൊഴിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് 18-19 വയസ്സ് കഴിഞ്ഞവർക്ക് മാസം ഒരു 10,000 രൂപയെങ്കിലും ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുക. മിനിമം 10,000 രൂപ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഒരു 25-30 പേര് ഇപ്പോൾ ഇവിടെ വന്നാൽ ഞാൻ തരാം, ഗ്യാരണ്ടി. നമ്മുടെ സതീഷ് സാർ എന്തേ ഇവിടെ ഉണ്ടോ? ലേബർ ഇന്ത്യയുടെ ഒരു ഏജൻസി കൊടുത്താൽ അവർക്ക് ഒരു 10,000 രൂപ മാസം ഉണ്ടാക്കാൻ പറ്റുമോ സാറേ? വീടിനും അടുത്തുള്ള വീടുകളിലെ കുട്ടികൾക്ക് ലേബർ ഇന്ത്യ കൊണ്ടുപോയി കൊടുത്താൽ മതി. ഞങ്ങൾ 40% കമ്മീഷൻ തരുന്നുണ്ട്. പണിയെടുക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. കേരളത്തിൽ നിന്ന് നാട് വിട്ടു പോകുന്നവർ അന്യരാജ്യത്ത് പോയി പണിയെടുക്കാനുള്ള മനസ്സും ആഗ്രഹവും ആർത്തിയും കൊണ്ടും പോകുന്നതല്ല, പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അന്വേഷിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഈ നാട്ടിൽ പണിയെടുത്താൽ നാണക്കേടാണെന്ന് ചിന്തിക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ആ നാടുകളിലുണ്ട്. അവിടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. സാറ് പറഞ്ഞതുപോലെയാണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുന്നതിനൊപ്പം പണിയെടുക്കാം. ഫ്ലെക്സിബിലിറ്റി ഇല്ലായ്മയുടെ ഒരു പ്രശ്നം ഞാൻ പറയാം. ഞാൻ അതിൻ്റെ ഒരു ഇരയാണ്.